2 ദിവസം വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉത്സവത്തിൻ്റെ ആ ഭക്ഷണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ചാറാണ് കേട്ടോ. അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൊടി പൊടിയായി എരിഞ്ഞ മാങ്ങ, നല്ല ഫ്രഷ് ആയിട്ടുള്ള അച്ചാറില്ലേ, അതായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇത് മോൻ അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്ന മാങ്ങയാണ്. പൊട്ടിച്ചതാണോ വീണതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവനത് ഉപ്പുമുളകിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഒരു കഷ്ണം ഞങ്ങൾ അങ്ങനെ ഉപ്പുമുളകൊക്കെ തേച്ച് കഴിച്ചു. ബാക്കി അപ്പം എനിക്ക് തോന്നി അതുപോലെ അച്ചാറിട്ട് നോക്കാമെന്ന്. അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. വേറെ കാര്യമായിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ച് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. വെറുതെ ഇതുപോലെ പൊടി പൊടിയായി എരിഞ്ഞിട്ട് ഉപ്പും മുളകും ചൊറുക്കയെ ഒഴിച്ചിട്ട്, ചൊറുക്കാന്ന് പറയുന്നത് വിനാഗിരിയാട്ടോ, ഞങ്ങളിവിടെ ചൊറുക്കാന്നും പറയും. അത് ഒരു ചില്ലുകുപ്പിയിലാക്കി വെച്ച് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാന്നുള്ളൊരു ഇതാണ്. അധികം ഇല്ലല്ലോ, ആകെ ഒരു മാങ്ങയല്ലേ ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തീർക്കുന്നതുകൊണ്ട് എണ്ണയും അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ദിവസം ഇരിക്കുകയില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയിലാണ് ഞാനും എൻ്റെ പുത്രൻ ഡൂഡുകുട്ടനും. ഞാനിങ്ങനെ തന്നെ ചെയ്യാനിരുന്നാലും എൻ്റെ പുത്രൻ വരും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്ത് എനിക്ക് ദേഷ്യം വരും, കാരണം അവൻ കത്തിരിക്കുകയും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പക്ഷേ ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. എന്ത് ചെയ്യാനിരുന്നാലും എന്നെ ഹെൽപ്പ് ചെയ്യാനൊരു മെൻറ്റാലിറ്റി അവനുണ്ട്. അതെപ്പോഴും ആ നേരത്തെ എനിക്ക് കുരുത്തക്കേടൊക്കെ തോന്നും, ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ അവനെന്ത് പാവാന്ന് എനിക്ക് തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അരിഞ്ഞെടുത്ത മാങ്ങയിൽ ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചില്ല് കുപ്പി, ബ്രൂവിൻ്റെ കുപ്പിയാണ് കേട്ടോ, അതിലേക്ക് ആക്കി വെച്ചു. കറക്റ്റ് ആ ഒരു കുപ്പിയിൽ കൊള്ളാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇടുന്നതിൻ്റെ ഒപ്പം അവൻ കഴിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാർ പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം കണ്ടിട്ടുണ്ടോ? ഇത് ഞങ്ങളുടെ വീട്ടിൽ നിറച്ചായിട്ടാ. ഇത് ആഫ്രിക്കൻ മല്ലിയിലാന്നോ സാമ്പാർ ചീര എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. ഇത് ഇന്ന് വീട്ടിൽ സാമ്പാറാണ് ഉണ്ടാക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഈ ചീരയും പൊട്ടിച്ചിടാന്ന്. ഇത് നിറച്ച് പടർന്ന് ഇങ്ങനെ കൂടി പെരുകി നിറച്ച്. അങ്ങനെ ഞാനത് പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പറിച്ച് കളഞ്ഞോടത്തും പിന്നെയും കിടന്ന് മുളച്ചതാണ് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ മല്ലിയിലിടുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിട്ട്. രസം ഉണ്ടാക്കുമ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മളെ വീട്ടിൽ തക്കാളി പച്ച പിടിച്ച് വരുന്നുണ്ട്, കുറച്ച് ഉണ്ടായിട്ടുണ്ട്. പഴുത്ത് കിട്ടുമോ നോക്കട്ടെ ഇനി. കാരണം അതിൻ്റെ ചില്ല ഇങ്ങനെ ചാഞ്ഞ് ചെരിഞ്ഞൊക്കെ കിടക്കാം. ഞാൻ വള്ളി വെച്ച് കെട്ടിയിട്ടും അതിനൊരു ഉറപ്പില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പിടിച്ച് കിട്ടിയ ഭാഗ്യം, അല്ലെങ്കിൽ ഒടിഞ്ഞ് വീഴുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ മഴയത്തൊക്കെ അത് പോകുമോ എന്നൊരു പേടി. അങ്ങനെ സാമ്പാറിൽ അമ്മയാണ് സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ തന്നപ്പോഴേക്കും വേദുവിൻ്റെ വിളി വന്നു. അപ്പോൾ ഞാൻ അതിട്ടിട്ട് അങ്ങോട്ട് ഓടി. ഇപ്പോൾ മല്ലിയില കൊണ്ടിട്ട് അരപ്പൊഴിച്ച് നമ്മളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇഡലിയോ ദോശയോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഒട്ടുമിക്ക വീടുകളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഒരു ഉടായ്പ പരിപാടികൾ, ബ്രേക്ക്ഫാസ്റ്റ് നാളത്തേക്ക് ഉള്ളതപ്പോൾ ഇഡലി ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പച്ചരി ഉഴുന്നൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാർ കിറ്റ് ഇടയ്ക്ക് ഞാൻ വാങ്ങും. സാമ്പാർ കിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായ പച്ചക്കറി കടയിൽ നിന്ന് ഒരു കിറ്റായിട്ട് വാങ്ങുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വഴുതനങ്ങ ഉണ്ടായത് വറുക്കയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചത്തേക്കുള്ള പരിപാടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡടിയും കഴിഞ്ഞ് ഒക്കെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അത് വെറുതെ ഉണ്ടായ തോന്നലല്ല കേട്ടോ. ഞാനും പഴം വാങ്ങിച്ചുകൊണ്ട് വന്നു, അച്ഛനും പഴം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം നിറച്ച് പഴമായി. മൊത്തത്തിൽ ഇങ്ങനെ കറുത്ത് പോണതിനേക്കാളും നല്ലതല്ലേ. ഇവിടെയാണെങ്കിൽ പഴംപൊരി ഫാൻസ് കൂടുതലാണ്. ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. വേദു ആദ്യമൊക്കെ കഴിച്ചിരുന്നു, പക്ഷെ ഇപ്പം അവൻ കഴിക്കണില്ല കേട്ടോ. പഴംപൊരി ഉണ്ടാക്കി വലിയ കാര്യത്തിൽ കഴിക്കണില്ല. എന്നാലും കഴിച്ചാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്നതിൽ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഒരു തവി ദോശമാവും കൂടെ ഈ മാവിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇങ്ങനെ പൊന്തി വരും. ഈസ്റ്റ് ഒന്നും ചേർക്കണ്ട, വെറുതെ മൈദയും അരിപ്പൊടിയും ആ ദോശമാവിൻ്റെയും കുറച്ചും കൂടെ ഒഴിച്ചിട്ട് പഞ്ചസാര ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അതിനുള്ള ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ ശരിക്കും. മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പഴംപൊരിയും ചായയൊക്കെ കുടിക്കാറുണ്ട്. ഗ്യാങ്ങായിട്ട് ഇങ്ങനെ പോവും. ഓരോ ദിവസം ഓരോരുത്തർ ഇങ്ങനെ ഷെയർ ഇട്ട് പൈസ നമ്മളിൽ കുഞ്ഞു പൈസ ഉണ്ടാവുള്ളൂ എന്ന്. അതിൽ നിന്ന് നമ്മളിങ്ങനെ ചായയും പഴംപൊരിയും പരിപ്പോടെയൊക്കെ കഴിക്കും കേട്ടോ. ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പോൾ എനിക്ക് വരും. ഞാൻ ആദ്യം പഴംപൊരി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര വീക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വീട് പണി നടക്കുന്ന സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയമായിരുന്നു.
അപ്പോൾ കടകളൊന്നും തുറക്കില്ലല്ലോ. അപ്പോൾ പണിക്കാർക്ക് വൈകിട്ട് ചായക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് അച്ഛനൊരു നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് പലഹാരങ്ങൾ കൊടുക്കാറ്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ എണ്ണക്കടികൾ ഉണ്ടാക്കി ഞാൻ അതിലൊരു എക്സ്പേർട്ടായി മാറിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ അന്നാണ് സത്യം പറഞ്ഞാൽ പഠിച്ചത്. ആദ്യമൊക്കെ എൻ്റെ പഴംപൊരി ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുമായിരുന്നു. ഒരു തവണ ഞാനിതുപോലെ കല്യാണം കഴിഞ്ഞ ഉടനെ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കടിച്ച് ചവയ്ക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കരിങ്കല്ല് പോലെ ഇരുന്നിട്ടേ അതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു കൂട്ട് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ലപോലെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചേട്ടനും പറയും കേട്ടോ, പഴംപൊരി ഇപ്പം ഞാൻ എക്സ്പേർട്ടായി എന്നുള്ളത്. അത് സത്യത്തിൽ എന്നെ സഹായിച്ചത് ആ ലോക്ക്ഡൗൺ സമയത്താണ്. അവർക്ക് വേണ്ടി ഉണ്ടാക്കി അത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാനുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ടും അങ്ങനെ കേടാവാണ്ടൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അങ്ങനെ അത് ഉണ്ടാക്കി ശരിയായതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് വീടുകളിൽ അടച്ചു പൂട്ടിയിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നെങ്കിലും കുറേ പേർക്ക് കുറേ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കുറേ കഴിവുകൾ ഉണർത്താനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് കേക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, യൂട്യൂബിൽ നോക്കിയിട്ട് പലതും പരീക്ഷണങ്ങൾ, ക്രാഫ്റ്റുകൾ ഉണ്ടാക്കൽ, അങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിലിറങ്ങിയ കഴിവുകളൊക്കെ പൊടി തട്ടി എടുത്തിട്ടുണ്ടാവുക ഈ ലോക്ക്ഡൗൺ സമയത്താണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് പഴംപൊരിയും ബീഫും ഭയങ്കര ട്രെൻഡിങ്ങിലൊക്കെ വന്നുല്ലോ. പക്ഷേ എനിക്ക് എന്തോ അത് ട്രൈ ചെയ്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ്. എനിക്ക് ഈ മധുരവും എരിവും ആ ഒരു കോമ്പിനേഷൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പലരും അത് കഴിച്ചിട്ട് ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് ഞാനും പോയി കഴിച്ച് നോക്കിയത്. പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് ആണ് നമ്മളുടെ മെയിൻ പരിപാടികളൊക്കെ വരുന്നത്. ചെടി നനയ്ക്കണം. ചെടി നനച്ച് കഴിഞ്ഞപ്പോഴേക്ക് നിറച്ച് കരിയില ഉണ്ടായിരുന്നു. ഈ കരിയില മുഴുവൻ അടിച്ച് കൂട്ടിയത് ഞാനല്ല, എൻ്റെ അമ്മയാണ് കേട്ടോ. മുറ്റം നിറച്ച് കരിയിലയായിരുന്നു. മഹാഗണിയുടെ ഇലയാണ്, അത് ഇല പൊഴിയുന്ന സീസണാണ്. മരത്തിലുള്ള കംപ്ലീറ്റ് ഇലയും പൊഴിഞ്ഞിട്ട് പുതിയ ഇല വരികയാണ് ചെയ്യുക. അങ്ങനെ ഞാനോട് ഉടുക്കുട്ടനും കൂടെ അത് കത്തിക്കാൻ നിന്നു കേട്ടോ. കാരണം മഴക്കാര് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് കത്തിക്കാൻ പ്രശ്നമാവുമല്ലോ. അപ്പോൾ അതിന് മുമ്പേ വേഗം തീയിട്ടോളാൻ അമ്മ പറഞ്ഞു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിച്ച് ഞങ്ങൾ വീട്ടിൽ കയറി.